ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന രുചിയേറിയ വൻപയർ തോരനാണ്. ഇതിനായി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ഒരു കപ്പ് വൻപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി കുക്കർ അടച്ച് 2 വിസിൽ അടിക്കുന്നതുവരെ വേവിച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായി 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 2 ചുവന്നുള്ളി, 1 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില. വൻപയർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് ചട്ടിയിലേക്ക് മാറ്റാം. ഇനി തയ്യാറായ അരപ്പ് ചേർത്ത് വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കടുകും ഉള്ളിയും മൂപ്പിച്ചെടുക്കാനായി ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുക്, ചുവന്നുള്ളി അരിഞ്ഞത്, കറിവേപ്പില. ഇനി ഇത് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് കറിയിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന രുചികരമായ വൻപയർ തോരൻ തയ്യാറായിട്ടുണ്ട്.